ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ആറ്റിങ്ങൽ ആലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മട്ടൻ ബിരിയാണി, മട്ടൻ ലിവർ ഫ്രൈ ഒക്കെ വെച്ചിട്ട് അടിപൊളി ലഞ്ച്, അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എൻഡിങ്ങിന് വേണ്ടി ഒരു പൈനാപ്പിൾ ജ്യൂസ്. ഇവിടെ ഈ ഒരു ഏരിയയിൽ തന്നെ ചുറ്റും, ഈ ആലംകോട് എന്ന് പറഞ്ഞ ഏരിയയിൽ ചുറ്റും ഒരുപാട് മട്ടൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഭയങ്കര ഫേമസ് ആണ്. എത്ര പാതിരാത്രി വന്നാലും നമുക്ക് മട്ടൻ കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഇത് ആക്ച്വലി ട്രിവാൻഡ്രം കൊല്ലം ബോർഡറിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല മട്ടനാണ്. കൊല്ലം നിങ്ങൾക്കറിയാമല്ലോ, കൊല്ലം ഞാൻ വിശേഷിപ്പിക്കുന്നത് മട്ടൻ ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണ്. അതുപോലെ നല്ല മട്ടൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് സാധനം വരട്ടെ, കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മട്ടൻ ലിവർ ഫ്രൈ, പിന്നെ സലാഡ്, റൈത്ത. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടല്ലേ. ഒരു പ്ലേറ്റിൽ തന്നെയാണ്, അതായത് പ്ലേറ്റിൽ തന്നെയാണ് വെച്ച് തന്നിരിക്കുന്നത്. നമുക്ക് ഈ റൈസ് ഒന്ന് മാറ്റി മട്ടൻ നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന്. നല്ല ഫാറ്റൊക്കെ ഒരു പീസാണ് കേട്ടോ. അതൊന്നും ഇത് കഴിച്ചു നോക്കാം. ഇല്ല, മട്ടൻ ഒരു രക്ഷയില്ല. നല്ല ജ്യൂസി, നല്ല വെന്ത മട്ടൻ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മാത്രം കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചാൽ പെർഫെക്റ്റ് മട്ടൻ. ഇത് ഇങ്ങനൊരു ജസ്റ്റ് ഒരു പ്ലേറ്റിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് വലിയ ഇമ്പ്രഷൻ തോന്നില്ലെങ്കിലും ഈ സാധനം കഴിച്ചു തുടങ്ങുമ്പോൾ ഒരു രസമാണ് പോലെ. ഇതും നല്ല ലൈറ്റ് ഗ്രേവിയാണ് കേട്ടോ, ലൈറ്റ് മസാലയും നല്ലൊരു ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നു, മനസ്സിലായോ? ഇങ്ങനെ റൈസിലിട്ട് കുഴച്ച് കൈമ റൈസിൻ്റെ ടേസ്റ്റ് നല്ലപോലെ വരുന്നുണ്ട്. ഒരു പ്രോപ്പർ ദം ബിരിയാണിയാണ് കേട്ടോ ഇത്. മട്ടൻ്റെ ടേസ്റ്റ് അടിപൊളി. ഒരു മട്ടൻ ഓവർ പവറിങ് ഒന്നുമല്ല, നല്ല കുക്കും നല്ല ടേസ്റ്റുള്ള മട്ടൻ. ഈ മസാല അടിപൊളി കേട്ടോ. വെറും ലൈറ്റ് മസാല, നല്ല ലൈറ്റ് മസാല. അതും ഒരു വിഷയമില്ല. നമുക്ക് മട്ടൻ്റെ ഒരു പീസും, നല്ല വെന്ത മട്ടനും, ഈ റൈസും, മുട്ടയും, പപ്പടവും, പിന്നെ കുറച്ച് സാലഡും, കുറച്ച് അച്ചാർ മഞ്ഞ കളറിലുള്ള അച്ചാറാണ്. ആ അച്ചാറും സാലഡും എല്ലാം കൂടെ അങ്ങനെ കുഴച്ച് സൂപ്പർ കേട്ടോ. ലൈറ്റ് ബിരിയാണിയാണ്, ഹെവിനെസ് ഒന്നുമില്ല. അത് ലൈറ്റ് ബിരിയാണി. നമുക്ക് എരിവ് കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ലിവറിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ലിവറും ഗ്രേവിയായിട്ട് എടുക്കുക. അതിങ്ങനെ റൈസിലോട്ട് വെച്ച് കുഴയ്ക്കുക. ഇത് മട്ടണിയാണ്, പ്രോപ്പർ അടിപൊളി മട്ടൺ ടേസ്റ്റ്. ബിരിയാണി എപ്പോഴും അധികം മട്ടൻ്റെ ഒരു ഇത് വരുന്നത് നല്ലതല്ല, കാരണം ഇതെല്ലാവരും കഴിക്കുന്നതാണ്. പക്ഷെ ഇത് മട്ടൺ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് മട്ടൻ ബിരിയാണി മാറ്റി ഒരു സൈഡിലോട്ട് വയ്ക്കാം. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ഓൾറെഡി എനിക്കിപ്പോൾ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്, കാരണം മട്ടൻ ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ ആ കൈമയുടെ ടേസ്റ്റൊക്കെ. അപ്പോൾ ഇതിലിവരെ ഈ പ്ലേറ്റിൽ തന്നെ തന്നുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇളക്കി കഴിക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ചിക്കൻ്റെ ഒരു പീസും വെച്ച് ഇങ്ങനെ ചെയ്യാം. നല്ലൊരു ബിരിയാണി. എല്ലാത്തിലും കൈമ റൈസിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വരുന്നത്. മസാലയുടെ ഓവർ പവറിങ് കുത്തൊന്നുമില്ല. ലൈറ്റ് ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് ഒട്ടും ഓവർ പവറിങ് അല്ല മസാല, മനസ്സിലായില്ലേ? ഇതിനൊരു പ്രശ്നമുണ്ട്, നിർത്താൻ പറ്റില്ല, കഴിച്ചുകൊണ്ടേയിരിക്കാം. എപ്പോൾ മട്ടൻ ബിരിയാണി കഴിച്ചാലും ലാസ്റ്റ് ഒരു പൈനാപ്പിൾ ജ്യൂസ്. എത്തവണ തന്നെ എവിടെ നിന്ന് കഴിച്ചാലും, കായ്സ് നയിച്ചാലും, ആസാദ് നയിച്ചാലും
ഇവിടെ നിന്ന് കഴിച്ചാലും ഈ പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ സാധാരണ പൈനാപ്പിൾ കടയിൽ നിന്ന് പൈനാപ്പിൾ ജ്യൂസ് കട ഉണ്ടല്ലോ, ജ്യൂസ് കടയിൽ നിന്ന് കുടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയുള്ള ഷോപ്പിൽ നിന്ന് കഴിക്കണം. ഇതിലെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിതൊക്കെ കഴിച്ചിട്ട് കാണാം.